ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചോറിന് ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറിയായിട്ടോ വറുത്തതായിട്ടോ വേറെ ഒന്നിനും ആവശ്യമില്ല. അത്രയും ടേസ്റ്റായിട്ടുള്ള മീൻ വറുത്തത്, ചിക്കൻ പൊരിച്ചതൊക്കെ വീട്ടിൽ വെക്കണം. ഇതിൻ്റെ ഒരു ടേസ്റ്റിൽ അത്രയും ടേസ്റ്റായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീടിനടുത്ത് കിടക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ ഞാനിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായി റൗണ്ടായിട്ട് തിന്നായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് അനുസരിച്ച് കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ചൊരു ക്രിസ്പി പോലെ ആക്കിയിട്ടാണെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്രിസ്പി പോലെ ആക്കി കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ വീട്ടിലൊരു അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് അത് സ്കിപ്പാക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്ന ഒരു ഫ്ലേവറിന് ചിക്കൻ മസാല ഇല്ലാണ്ടായാലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വറുത്തിട്ടാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല ഇട്ടെടുത്ത് അതിനാവശ്യമായ വെള്ളം ഒഴിച്ച് നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ബാറ്ററിലേക്ക് റൗണ്ടായിട്ട് അരിഞ്ഞ് വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നല്ലോണം ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് സർവ് ചെയ്യാവുന്നതാണ്. മറിച്ചിട്ട് നമ്മൾ പ്ലേറ്റിൽ കാണുന്നത് പോലെയാണ് നമുക്കിപ്പോൾ ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള തന്നെയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിനൊന്നും നമുക്ക് വേണ്ട, ഇത് മാത്രം മതി. ഒരിക്കൽ കഴിച്ചാൽ എന്തായാലും എല്ലാവരും പിന്നെയും ഉണ്ടാക്കി നോക്കുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ബൈ.